നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അണികൾ ആർത്തിരമ്പി, ജനനേതാക്കൾ സ്ഥാനമേറ്റു. ചരിത്ര നേട്ടവുമായി വാണിമേലിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ. അമ്പലക്കുളങ്ങരയിൽ വീടിനു നേരെ ബോംബേറ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സാരഥികൾ അധികാരമേറ്റു. കനത്ത മഴയിലും ആവേശത്തിന്റെ കൊടുമുടിയിലേറിയാണ് പ്രവർത്തകർ ജനനേതാക്കളെ എതിരേറ്റത്. കോഴിക്കോട് ജില്ലയിൽ വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ജനപ്രതിനിധികൾ അധികാരമേറ്റത്. കോഴിക്കോട് ജില്ലയിലെ വോട്ടെണ്ണൽ പൂർത്തിയാവാൻ ഏറെ വൈകിയതിനാൽ വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. തുലാവർഷത്തിന്റെ ഇടിമുഴക്കത്തേക്കാൾ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഓരോ ജനപ്രതിനിധികളെയും വേദിയിലേക്ക് ആനയിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഓരോ മെമ്പർമാരും തങ്ങളെ വിജയിപ്പിച്ച സമ്മതിദായകർക്ക് നന്ദി പറഞ്ഞും വികസന കാഴ്ചപ്പാടുകളുടെ ആമുഖം ജനങ്ങളുമായി പങ്കുവച്ചും സംസാരിച്ചു. പാർട്ടി നേതൃത്വത്തിന് ഇനി വരുന്ന ദിനങ്ങൾ തിരക്കുപിടിച്ചതാണ്. ഭരണസാരഥ്യത്തിലേക്ക് ആരൊക്കെ എത്തണം എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളും തീരുമാനങ്ങളുമായി ഇനി പാർട്ടി ഓഫീസുകൾ സജീവമായിരിക്കും. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ലീഗ് നേതാക്കളായ സൂപ്പി നരിക്കാട്ടേരിയും MP സൂപ്പിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് ഇരുവരും ആശുപത്രിയിലായതാണ് കാരണം. വാണിമേലിലെ MK അഷ്റഫ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത് ആശുപത്രി കിടക്കയിൽ നിന്നാണ്. നാദാപുരത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമ്പോൾ സൂപ്പി നരിക്കാട്ടേരിയും MP സൂപ്പിയും ആശുപത്രി കിടക്കയിലാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ചേലക്കാട് വെച്ച് നടന്ന ബോംബാക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പിന്നീട് നടക്കും. അതിനിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ നിന്നും വിജയിച്ച MK അഷ്റഫ് ആശുപത്രി കിടക്കയിൽ നിന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. വിജയാഹ്ലാദ പ്രകടനത്തിനായി നാട്ടിലേക്ക് വരുന്നതിനിടയിൽ പാമ്പു കടിയേറ്റാണ് MK അഷ്റഫ് ആശുപത്രിയിലായത്. എല്ലാ പ്രവചനങ്ങളെയും ആശങ്കകളെയും ആത്മവിശ്വാസം കൊണ്ട് തോൽപ്പിച്ചാണ് വാണിമേൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ചരിത്ര വിജയം നേടിയത്. ആകെയുള്ള 16-ൽ 9 നേടിയാണ് ലീഗ് ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച മത്സരമായിരുന്നു വാണിമേലിലേത്. UDF ബന്ധം തകരുകയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കൊറ്റക്ക് മത്സരിക്കുകയും ചെയ്തതോടെ വാണിമേലിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാവുകയായിരുന്നു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് വാണിമേലിൽ ലീഗ് ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. നിലവിലുള്ള 16 സീറ്റുകളിൽ 9 എണ്ണവും ഒറ്റക്ക് കരസ്ഥമാക്കിക്കൊണ്ടാണ് ലീഗ് വാണിമേലിലെ തങ്ങളുടെ ആധിപത്യം തെളിയിച്ചത്. ഈ വിജയം ലീഗ് നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സ്റ്റാർ വിഷന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് MA വാണിമേൽ നൽകുന്ന റിപ്പോർട്ട്. വാണിമേലിൽ മുസ്ലിം ലീഗിന് ചരിത്ര വിജയം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 വാർഡുകളിൽ 9ഉം മുസ്ലിം ലീഗ് തനിച്ച് നേടി. വാണിമേൽ പഞ്ചായത്ത് നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് ഏതെങ്കിലും ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടുന്നത്. UDFൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചത്. പല വാർഡുകളിലും ഈ 2 സംഘടനകളും തമ്മിൽ നേരിട്ടായിരുന്നു മത്സരം. മൊത്തം ഫലം പുറത്തു വന്നപ്പോൾ മുസ്ലിം ലീഗിന് 9ഉം കോൺഗ്രസിന് 2 സീറ്റുകൾ ലഭിച്ചു. നിലവിലുള്ള ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 7ഉം കോൺഗ്രസിന് 2 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും വേർക്കടവ് സീറ്റ് കൂടി ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് പഞ്ചായത്തിൽ സ്വന്തം ശക്തി തെരഞ്ഞെടുപ്പിലൂടെ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടിയിൽ ആദ്യഘട്ടത്തിലുണ്ടായ തർക്കവും തുടർന്നുണ്ടായ പിണക്കങ്ങളും ഒതുക്കി തീർക്കാനും മുഴുവൻ അണികളെയും പാർട്ടി പതാകയ്ക്ക് പിന്നിൽ അണിനിരത്താനും കഴിഞ്ഞു എന്നതാണ് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച പ്രധാന നേട്ടം. വാണിമേലിൽ മുസ്ലിം ലീഗിൻ്റെ ഏകകക്ഷി ഭരണമായിരിക്കുമോ അതോ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള മുന്നണി ഭരണമായിരിക്കുമോ എന്നതാണ്
ഇനി നാട്ടുകാർ ഉറ്റുനോക്കുന്നത്. പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം നേടിയത് പാർട്ടിയുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭരണവീഴ്ചയ്ക്കും വികസനമില്ലായ്മയ്ക്കും മറ്റാരെയും പഴിചാരാൻ മേലിൽ മുസ്ലിം ലീഗിന് കഴിയില്ല. മാതൃകാ ഭരണം കൂടി കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്തിൽ അജയ്യ ശക്തിയായി തന്നെ തുടരും. കുന്നുമ്മൽ പഞ്ചായത്തിലെ അമ്പലക്കുളങ്ങരയിൽ UDF നേതാവിന്റെ വീടിനു നേരെ ബോംബാക്രമണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ BP മൂസ മാസ്റ്ററുടെ വീടിനു നേരെയാണ് ഞായറാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച കുന്നുമ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ VP മൂസ മാസ്റ്ററുടെ അമ്പലക്കുളങ്ങരയിലെ വീടിനു നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. വീടിന്റെ മുൻവശത്തെ ജനാലയുടെ ഗ്ലാസും വീട്ടിനുള്ളിലെ അലമാരക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ മൂസ മാസ്റ്റർ വട്ടോണിയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലായിരുന്നു. ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. കുറ്റ്യാടി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 8 മണി സമയത്താണെന്ന് പറയുന്നത്. ഞാൻ വട്ടോളി കൗണ്ടിംഗ് സെന്റർ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആരോ വന്ന് വീട്ടിന് ഭയങ്കര സ്ഫോടനം ഉണ്ടായി എന്ന് വിവരമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ വന്നപ്പം പറയുന്നത് ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി കണ്ടിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴാണ് പിന്നെ എന്നെ വിളിച്ച് MLA കാറിൽ കയറ്റി പിന്നെ ഇവിടത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ സ്ഫോടനത്തിൻ്റെ ഒരാൾക്ക് പിന്നെ ചില്ല് പൊട്ടിയതായിട്ടും ഭാര്യയും മകളും മാത്രമേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവൾ പേടിച്ച് അടുത്ത വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അയൽവക്കാരാണ് അവിടെ ഉണ്ടായത്. 9-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് സ്ഥാനാർത്ഥിയിൽ കവിഞ്ഞു. അത് കാരണം ഞാൻ ഇതിൽ കാണുന്നില്ല. അമ്പലക്കുളങ്ങരയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാവുന്നു. പരാതി നൽകിയിട്ടും നടപടികളൊന്നും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ഇനിയും ഒരുപാട് കാലമെടുക്കും. കഴിഞ്ഞ ദിവസവും സ്റ്റാർ വിഷനിൽ കുടിവെള്ളം പാഴാവുന്നതിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് വാണിമേലിലായിരുന്നുവെങ്കിൽ ഇന്ന് അമ്പലക്കുളങ്ങരയിലാണ്. അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റോഡിലൂടെ വെള്ളമൊഴുകുന്നത് കാരണം യാത്രക്കാരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. അധികൃതർക്ക് പരാതി പല തവണ അയച്ചെങ്കിലും നടപടികൾ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. പല കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ ആരും നടപടി എടുത്തിട്ടില്ല. ഇതിനെക്കൊണ്ട് കച്ചവടക്കാർക്കും റോഡിനും എല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടായി കിടക്കുകയാണ്. അതുകൊണ്ട് കയ്യിൽ നിന്നും ഉടനെ ഒരു നടപടി എടുത്തിയാണെന്ന് ആവശ്യപ്പെടുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അണികൾ ആർത്തിരമ്പി, ജനനേതാക്കൾ സ്ഥാനമേറ്റു. ചരിത്ര നേട്ടവുമായി വാണിമേലിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ. അമ്പലക്കുളങ്ങരയിൽ വീടിനു നേരെ ബോംബേറ്. സ്റ്റാർ വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും 12 മണിക്കും. സ്റ്റാർ വിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. വിലാസം starvisiontv.online.com. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.